ഇതുവരെ ഒരു ഫാമിലിക്ക് കിട്ടാത്ത രീതിയിലുള്ള ഒരു കൺഫെഷൻ റൂം എൻട്രിയാണ് ജിൻഡോയുടെ അപ്പനും അമ്മയ്ക്കും കിട്ടിയത്. മകന്റെ ഗെയിമിനെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം എന്ന് ബിഗ് ബോസ് ചോദിച്ചു രണ്ടുപേരോടും കൺഫെഷൻ റൂമിൽ വെച്ചിട്ട്. ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഈ രീതിയിൽ ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല. ഒരു സ്പെഷ്യൽ എൻട്രി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എൻട്രി ആയിരുന്നു. എന്തെങ്കിലും ഒരു ബിറ്റ് കിട്ടാനായിട്ടായിരിക്കും ബിഗ് ബോസ് അങ്ങനെ ചോദിച്ചത്. അത് വേറെ കാര്യം. ഇത് ടി വിയിൽ എല്ലാവരും കാണിക്കുകയും ചെയ്തു. എല്ലാവരും ഞെട്ടിത്തെറിച്ച് നോക്കി നിൽക്കുന്നതാണ് കണ്ടത് ടി വിയില്. വളരെ നല്ല അഭിപ്രായമാണ്, കുഴപ്പമില്ലാതെ പോണുണ്ട് എന്നാണ് ജിൻഡോയുടെ അമ്മ പറഞ്ഞത് ബിഗ് ബോസിന്റെ അടുത്ത്. രണ്ടുപേരും ഷോ ഒക്കെ കാണുന്നുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. രണ്ടുപേരും ആ രീതിയിലാണ് സംസാരിച്ചത്. ജിൻഡോ ആണെങ്കിൽ ഇന്നത്തെ ദിവസം കരയാതെ പിടിച്ചു നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കൺഫെഷൻ റൂമിന്റെ വെളിയിൽ നിന്നിട്ട്. പുള്ളി കരയാതെ പിടിച്ചു നിന്ന് കേട്ടോ. കരയുന്നത് ഞാൻ കണ്ടില്ല. പിന്നെ ജിൻഡോയുടെ അമ്മ റസ്മിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. റസ്മിനെയാണ് ആദ്യം കെട്ടിപ്പിടിച്ചത്. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീല് കിട്ടി. സ്കൂളിലാണോ പഠിപ്പിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. സ്കൂളിലല്ല, കോളേജിലാണ് അമ്മച്ചി എന്ന് റസ്മിൻ തിരിച്ചു പറയുന്നുണ്ട് ചിരിച്ചിട്ട്. പുള്ളിക്കാരത്തെ എല്ലാരെയും ക്യൂ നിർത്തി പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്വീറ്റ് അമ്മച്ചി, വളരെ നല്ലൊരു അമ്മച്ചി. അപ്പച്ചനാണേലും കൊള്ളാം. ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്നവരാണ് രണ്ടുപേരും. അതുകൊണ്ടാണ് ഈ രീതിയിലൊക്കെ. ജിൻഡോയുടെ അപ്പന് സിജോയെ വലിയ കാര്യമായിരുന്നു കേട്ടോ. സിജോയോട് മിണ്ടുന്നത് കണ്ടു. പിന്നെ കാലിന് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോൾ സ്ക്രൂ ഡ്രൈവർ വീണതാണെന്നോ എന്തോ ഒരു അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടു. പിന്നെ ഇവരായിട്ട് മാറിപ്പോയിരുന്നു, മിണ്ടുന്നില്ല, പീപ്പിൾസ് റൂമിലോട്ടൊന്നും പോകുന്നില്ല. ജിൻഡോയ്ക്ക് വലിയ ഉപദേശം കൊടുക്കാനൊന്നും ഇല്ല. അപ്പം ഒരുമിച്ചിരുന്നിട്ടാണ് എല്ലാരും കൂടെ ചർച്ച ചെയ്യുന്നത്. ജിൻഡോ പുറത്ത് സിഗരറ്റ് വലിക്കില്ലായിരുന്നു എന്നൊക്കെ പുള്ളിയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു. അത് വേറുള്ള റിലേറ്റീവ്സ് ഒക്കെ ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് കാരണം ജിൻഡോ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല കേട്ടോ. ജിൻഡോ എന്തുകൊണ്ടാണ് ഇതിനകത്ത് വന്നതിന് ശേഷം സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയത് എന്നുള്ളൊരു കാര്യം ഇപ്പോഴും റിവീൽ ചെയ്യുന്നൊന്നുമില്ല. അവിടെ മിണ്ടാതിരിക്കുകയാണ്. പിന്നെ ലൈവിനകത്ത് എല്ലാവരും വിശേഷങ്ങളും കുശലങ്ങളും ഒക്കെ അന്വേഷിച്ചിരിക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് കണ്ടന്റുകളും കേസുകളും ഒന്നും ഇല്ല.